ഇന്ന് ജനുവരി 6, 7 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് റിലീസ് സ്ഥിതി അറിയാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരുന്ന ഐ ആം കാതലൻ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. നെസ്ലൻ നായകനെ എത്തിയ സിനിമ ഈ ജനുവരി മാസം തന്നെ മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യും. ജനുവരി 17 OTT റിലീസ് ചെയ്യുമെന്നാണ് ഇന്ന് വന്നിരിക്കുന്ന ഒഫീഷ്യൽ OTT പ്രഖ്യാപനം. അപ്പോൾ അടുത്ത ആഴ്ച OTT റിലീസ് ചെയ്യുന്ന ഈ മലയാളം സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. മനോരമ മാക്സിന്റെ ഒരു സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിരിക്കുകയാണ്. പൊമ്പളൈ ഒരുമൈ എന്നാണ് സിനിമയുടെ പേര്. ഒരു മലയാളം സിനിമയുടെ കൂടി കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമ മാക്സിലൂടെ വന്നിട്ടുണ്ട്. അത് ഓഷാന എന്ന സിനിമയുടേതാണ്. ധ്യാൻ ശ്രീനിവാസൻ കൂടി അഭിനയിച്ച സിനിമ ഈ ജനുവരി മാസം തന്നെ മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. ഒരു വർഷം മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണ് തേര്. അമിത് ചക്കാലക്കൽ നായകനായി എത്തിയ സിനിമയുടെ OTT അവകാശങ്ങൾ ഒരു OTT പ്ലാറ്റ്ഫോമും സ്വന്തമാക്കാത്തതിനാൽ ഇപ്പോഴത്തെ യൂട്യൂബ് ചാനലിലൂടെ സിനിമ ലഭ്യമാക്കിയിരിക്കുകയാണ്. ഈ മലയാളം സിനിമ ഇപ്പോൾ യൂട്യൂബ് ചാനലിലൂടെയാണ് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബോളിവുഡ് സിനിമ കൂടി OTT റിലീസ് ആയിരിക്കുകയാണ്. ഐ വാണ്ട് ടു ടോക്ക് എന്ന അഭിഷേക് ബച്ചൻ നായകനെ എത്തിയ സിനിമയാണ് OTT റിലീസ് ആയിരിക്കുന്നത്. ആമസോൺ പ്രൈമിലൂടെ നിലവിൽ റെന്റ് ഓപ്ഷനിലാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ മാസം തന്നെ റെന്റ് ഓപ്ഷനിൽ അല്ലാതെയും സിനിമ ലഭ്യമാകുന്നതാണ്. ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി വലിയ ഡിസാസ്റ്ററായി മാറിയ ഇന്ത്യൻ സിനിമയാണല്ലോ ബേബി ജോൺ. തമിഴ് ചിത്രം തെറിയുടെ റീമേക്കായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ HD പതിപ്പ് ഇപ്പോഴത്തെ ലീക്കാക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു വിവരം വന്നിരിക്കുകയാണ്. അതേസമയം ആമസോൺ പ്രൈം OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഫെബ്രുവരി മാസത്തോടെ OTT റിലീസ് ആകുന്നതാണ്. അവസാനത്തേത് ഒരുപാട് പ്രേക്ഷകർ OTT റിലീസിനായിട്ട് കാത്തിരുന്ന പണി അപ്ഡേറ്റ് ആണ്. ഇന്ന് സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം സോണി ലിവിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഈ ജനുവരി മാസം തന്നെ അടുത്ത ആഴ്ച സിനിമ സോണി ലിവിൽ ലഭ്യമാക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ ജനുവരി 16-ാം തീയതി പാൻ ഇന്ത്യൻ ഭാഷകളിൽ പണി സോണി ലിവിൽ ലഭ്യമാകും. അപ്പോൾ കാത്തിരിക്കാം OTT റിലീസിനായിട്ട്.